സൗന്ദര്യ സംരക്ഷണ രംഗത്ത് ദീർഘകാലം പരിചയമുള്ള കൊച്ചി കടവന്ത്രയിലെ സ്വാനീസിലെ സ്വാനി സിബിയാണ് ഇന്ന് നമ്മളോടൊപ്പം. എനിക്കും എൻ്റെ വ്യൂവേഴ്സിനും വേണ്ടി നമ്മൾ ആദ്യമായിട്ട് എന്താണ് ചെയ്യാൻ പോകുന്നത്? നമ്മളിവിടെ എല്ലാവരുടെ കാണിക്കുന്നത് നമുക്ക് ഏജ് ആയാലും ഏജ് ആയില്ലെങ്കിലും ചെയ്യാവുന്ന ഒരു ഫേഷ്യൽ. നമുക്ക് സ്കിന്നിന് നമുക്ക് ചുളിവ്, ഏജ് ആകുമ്പോൾ നമ്മൾ പറയും ചുളിവ് വരുമെന്ന്. അതെ, അപ്പോൾ നമുക്ക് സ്കിന്നിൽ ചുളിവ് ഉണ്ടാകാതിരിക്കാനുള്ള ഫേഷ്യൽ. പിന്നെ നമുക്ക് ചെയ്യാവുന്ന, നമുക്ക് ഒരു ടീനേജ് കഴിയുമ്പോഴേ നമുക്ക് ചെയ്യാവുന്ന ഒരു ഫേഷ്യൽ. അതിൽ ഏറ്റവും ബെസ്റ്റ് ഗാൽവാനിക് സ്പായാണ് നമ്മളിതിവിടെ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതിപ്പം രണ്ട് രീതിക്ക് പറഞ്ഞു, അതായത് ചുളിവ് വരാതിരിക്കാൻ വേണ്ടിയിട്ട്, പിന്നെ ടീനേജ്, അങ്ങനെ നമ്മൾ ഇതുവരെ കേട്ടിട്ടില്ല. എന്തായാലും കൂടുതൽ കാര്യങ്ങൾ, ഇനി ഓരോ കാര്യങ്ങളും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഓരോന്ന് ചെയ്യുന്നതിലൂടെ നമുക്ക് ചോദിച്ചറിയാം അല്ലേ? അപ്പോൾ തുടങ്ങാം. ഓക്കെ, നമ്മളിവിടെ ചെയ്യുന്നത്, നമുക്ക് സ്കിന്ന് ആദ്യമേ നമുക്കൊന്ന് അനലൈസ് ചെയ്യണം. സ്കിന്ന് നമ്മൾ നോക്കിയാൽ മാത്രമേ നമ്മൾ ഇത് എന്താണെന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ. നമ്മളിപ്പോൾ ഓരോ ഏജിൽ നമുക്ക് എത്രമാത്രം നമുക്ക് ചുളിവുണ്ട് അതൊക്കെ നമ്മൾ നോക്കിയിട്ട് വേണം നമുക്കിത് ആദ്യമേ ചെയ്യാൻ വേണ്ടി. അതിനുശേഷം നമ്മൾ സ്കിന്ന് ടെസ്റ്റ് ചെയ്ത ശേഷം നമ്മൾ ചെയ്യുന്നത് ഫേസ് നന്നായിട്ട് ക്ലീൻ ചെയ്യുന്നു. നമ്മൾ നന്നായിട്ട് ക്ലീൻ ആക്കിയ ശേഷം നമ്മൾ ചെയ്യുന്നത് ഫേസിൽ നമ്മൾ ഒരു ജെൽ അപ്ലൈ ചെയ്യും. അതിനാണ് മെയിനായിട്ട് ഇത് ചെയ്യുന്നത്. അതിനാണ്ട് നമ്മളൊരു മസാജ് ചെയ്ത് ഒരു സ്കിന്ന് കുറേ ഫ്ലഷായിട്ട് നമുക്കുള്ളിടത്ത് നമുക്കിങ്ങനെ ഇത് ഡാമേജ് ആക്കാതെ നമുക്കൊന്ന് ലൈറ്റായിട്ടൊരു ചെയ്ത് കൊടുത്താൽ അതിൻ്റെ റിസൾട്ട് നന്നായിട്ടിരിക്കും. എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ കണ്ണിന് എപ്പോഴും സെൻസിറ്റീവാണ്. അപ്പോൾ നമ്മളതെല്ലാം കൂളായിട്ടിരിക്കണം. അപ്പം നമ്മളിത് ഇങ്ങനെ വെച്ച് കൊടുക്കും. അതങ്ങനെ വെച്ച് കൊടുക്കുമ്പോൾ നമ്മളെ കണ്ണിന് വരുന്ന ഒരു യെല്ലോ ടിഞ്ച് അല്ലെങ്കിൽ വരും. അപ്പോൾ ആ യെല്ലോ നമ്മൾ ഈ രണ്ട് സൈഡിലും കൂടുതലും ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് വരും ചിലർക്ക്. അപ്പം നമ്മൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. നമ്മൾ ആ രണ്ട് സൈഡും കൂടെ നമുക്കത് ഇത് ചെയ്യാൻ പറ്റും. നമുക്ക് ഓർഡിനറി ബ്ലാക്ക് ഹെഡ്സ് റിമൂവർ ആണെങ്കിൽ ഇത്രയും ക്ലീനായി വരുന്നില്ല. പിന്നെ നമുക്ക് ഈ ഫ്രിക്കിൾസ് ഒക്കെ വരുന്നുണ്ട്, ഇപ്പോൾ ഈ കുട്ടിയുടെ ഫ്രിക്കിൾസ് വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ അതിനൊരു ശരിക്കും അതൊരു സ്റ്റോപ്പ് ആകുന്നു. കൊതിപ്പിക്കുന്ന ട്രെൻഡുകൾക്ക് സ്ഥാനമുണ്ട്. എന്നിരുന്നാലും സ്വർണ്ണാഭരണങ്ങൾ വീണ്ടും വീണ്ടും സ്വന്തമാക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നത് ഡിസൈനുകളുടെ മായാജാലം തന്നെയാണ്. മുടിയിലിടുന്നത്, മുടി പിന്നിട്ട് മുടിയിലിടുന്ന, മുടി മാറ്റി ജഡ എന്നൊക്കെ പറയണ ആ പേരുകളിൽ അറിയപ്പെടുന്നതാണ്. ഇത് നഗാസിനൊക്കെന്നല്ലോ അല്ലേ? നഗാസല്ല, നഗാസല്ല, ഇത് നഗാസല്ല. നഗാസിന് ചെറിയ രൂപങ്ങളൊക്കെ വരുന്നുണ്ട്. കളർ കുറച്ച് ഡിമ്മാണ്, ഡിമ്മായിട്ടുള്ള കളറാണ്. മുടഞ്ഞൊക്കെ ഇടുകയാണെങ്കിൽ അല്ലേ, പൂവിന് പകരം വെക്കാവുന്നുണ്ട് അല്ലേ? ഓൾട്ടർനേറ്റ് ചെയ്ത് നമുക്ക് ഈ പീസിൽ തന്നെ ഓൾട്ടർനേറ്റ് ചെയ്ത് ചെയ്യാൻ പറ്റും. പിന്നെ വെച്ചാൽ പിന്നെ ഒരു ഉപകാരം, ഇത് മുടിയിൽ മുടി പിന്നിട്ടിട്ട് അതിലിങ്ങനെ ഇങ്ങനെ കയ്യിൽ ഇങ്ങനെ മുടിയുടെ അറ്റത്ത് ഇങ്ങനെ ഹാങ്ങിങ് പോലെ